കാട്ടിലെ മരക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു വവ്വാൽ താമസിച്ചിരുന്നു. മരക്കൂട്ടത്തിന് താഴെയുള്ള കുറ്റിക്കാട്ടിൽ ഒരു കീരിയും താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കാട്ടിൽ വലിയൊരു കാറ്റ് വീശി. കാറ്റിൽ പറക്കാനാവാതെ ഒരു പക്ഷി വവ്വാലിൻ്റെ ദേഹത്ത് ചെന്ന് തട്ടി. വവ്വാൽ മരത്തിൽ നിന്നും താഴേക്കു വീണു. ഇത് കീരി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. കീരി അവനെ ചാടി പിടിച്ചു. തന്നെ കൊല്ലല്ലേ എന്ന് വവ്വാൽ കീരിയോട് താണുകയാണ് അപേക്ഷിച്ചു. എല്ലാ പക്ഷികളും എൻ്റെ ജന്മശത്രുക്കളാണ്, ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും, കീരി പറഞ്ഞു. അയ്യോ, ഞാനൊരു പക്ഷിയല്ല, ഞാനൊരു എലിയാണ്, എന്നെ വെറുതെ വിടൂ, വവ്വാൽ കരഞ്ഞു വിളിച്ചു. കീരിക്ക് ആ പറഞ്ഞത് ശരിയായി തോന്നി. കീരി അവനെ വെറുതെ വിട്ടു. രക്ഷപ്പെട്ട ആശ്വാസത്തിൽ വവ്വാൽ അവിടെ നിന്നും പറന്നുപോയി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അതേ വവ്വാൽ ഒരു കഴുതപ്പുലിയുടെ മുന്നിൽ ചെന്നുപെട്ടു. വീണ്ടും ജീവന് വേണ്ടി കേണപ്പോൾ കഴുതപ്പുലി പറഞ്ഞു, എലികളെ പണ്ടേ എനിക്കിഷ്ടമല്ല, ഞാൻ നിന്നെ കൊന്നു തിന്നുക തന്നെ ചെയ്യും. കഴുതപ്പുലിയുടെ മറുപടി കേട്ടപ്പോൾ പെട്ടെന്ന് വവ്വാലിനൊരു ബുദ്ധി തോന്നി. അയ്യോ, ഞാനൊരു എലിയല്ല, ഞാനൊരു പക്ഷിയാണ്. ഇത് കേട്ട കഴുതപ്പുലിക്ക് അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ശരിയാണല്ലോ, ഇവൻ പറക്കുന്നുണ്ടല്ലോ. കഴുതപ്പുലി അവനെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. കഴുതപ്പുലി വവ്വാലിനെ വെറുതെ വിട്ടു. വവ്വാൽ രണ്ടാമതും രക്ഷപ്പെട്ടു. പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്നതാണ് യഥാർത്ഥ സാമർഥ്യം എന്ന് പറയുന്നത്.